കൂടെ ആരെങ്കിലും ഉണ്ട്. കാരണം ഇപ്പൊ നിങ്ങൾ തന്നെ ഇവിടെ മലപ്പുറം കരുവാരിക്കുണ്ടം അവിടെ ഇന്നലെ ഒരു പെൺകുട്ടി മരിച്ച കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ് മരിച്ചത്. ബോയ് ഫ്രണ്ട്, അവൻ +1 പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ അടുത്ത സമയത്ത് അവരുടെ വീട്ടിലൊക്കെ ചെന്ന് അവൻ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്തതാണ്. ഭയങ്കര വിഷയം ഉണ്ടായതായിരുന്നു. ഓക്കെ, മെനഞ്ഞാതായിരുന്നു ഈ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുകയൊക്കെ ചെയ്തത്. ചെറുക്കൻ്റെ പേരോ പെണ്ണിൻ്റെ പേരോ ഒന്നും നമുക്ക് ഇവിടെ പറയാൻ പറ്റത്തില്ല, കാരണം പ്രായപൂർത്തിയായിട്ടില്ല. പിന്നെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഞാൻ പറയാതെ തന്നെ കുറേയൊക്കെ ഈ സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നവർക്ക് നല്ല രീതിയിൽ മനസ്സിലാവും. ഈ വീട്ടിൽ ഇരിക്കുന്നവർക്കൊന്നും അറിയത്തില്ല. കാരണം രാവിലെ ജോലിക്ക് പോകുന്നവരും വൈകിട്ട് വീട്ടിൽ വരുന്നവരും പിന്നെ എന്താ പറയണ്ട പിറ്റേ ദിവസത്തേക്കുള്ള കറിക്കരിയൊക്കെ ചെയ്യുന്ന വീട്ടമ്മമാർക്കൊന്നും ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. മക്കൾ എവിടെയെങ്കിലും ആണെങ്കിൽ ഓക്കെ മോനെ പഠിക്കുവാണോ ഇരിക്കുവാണോ സുഖമാണോ, ഇപ്പോഴത്തെ പിള്ളേരുടെ രീതികൾ എന്താണ്, അവരുടെ സംസാര രീതി എന്താണ് അതൊന്നും അറിയത്തില്ല. നമ്മുടെ മക്കളെ അങ്ങ് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്ന കുറേ പേരൻസ് ഉണ്ട്. നമ്മുടെ അറിവിലുള്ളവരൊക്കെ ഉണ്ട്, ഭയങ്കര വിശ്വാസവും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ ഒരു സൈഡിൽ കൂടെ അവർ ചെയ്യുന്നത്, അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, എന്താണെന്ന് പോലും നമുക്ക് പറയാൻ പറ്റത്തില്ല. ചില ആൾക്കാർ ചെന്ന് പെട്ടുപോയി കഴിയുമ്പം അവിടുന്ന് ഊരാൻ പാടുപെടുന്ന കുറേ ഇതുണ്ട്. വീട്ടുകാരോടും പറയാതെ, ഇപ്പം വീട്ടുകാരോട് പറയാതെ ഒരു പെൺകുട്ടി ഇപ്പം ഇറങ്ങി ഒരിടത്ത് പോയി, അല്ലെങ്കിൽ കറങ്ങാൻ പോയി, 1-2 ദിവസമൊക്കെ കറങ്ങാൻ അവിടെയൊക്കെ പോകുമ്പോൾ അവൾമാർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞ് തിരിച്ച് അതേ സ്പോട്ടിൽ വന്നാൽ പോലും ഇവർക്ക് വീട്ടിൽ പറയാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ട് നീ പോയെന്ന് വീട്ടുകാർ ചോദിക്കുമ്പോൾ ഉത്തരം മുട്ടും എന്ന് കരുതുമ്പോൾ അവൾമാരൊന്നും പറയത്തില്ല. അങ്ങനെ 1, 2, 3 കുറേ അനുഭവങ്ങൾ ജീവിതത്തിലുണ്ടാവും. പിന്നെ ജീവിതം തന്നെ നശിച്ചു പോകുന്ന അവസ്ഥയായിരിക്കും. ചില പിള്ളേരൊക്കെ മാനസികാവസ്ഥയും ബുദ്ധിമുട്ടും ഒക്കെ കൊണ്ടുപോയി ആത്മഹത്യ ചെയ്യും. പറഞ്ഞിട്ട് കാര്യമില്ല. എന്തെങ്കിലും നിങ്ങൾക്ക് വിഷമങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരൻസിനോട് പറയാം. എന്തും ആയിക്കോട്ടെ. ഇപ്പോൾ പാസ്റ്റ് പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ടാകും. എന്തുണ്ടെങ്കിലും വീട്ടുകാരോട് പറഞ്ഞാൽ അത്രയും നല്ല കാര്യങ്ങൾ. ഇപ്പം എനിക്കറിയാവുന്ന കുറേ ആൾക്കാർ വീർപ്പ് മുട്ടി നിൽക്കുന്ന കുറേ ഫാമിലീസ് ഉണ്ട്. ഓക്കെ, ചില വിഷയങ്ങളുണ്ട്. ഇങ്ങനെ അത് ഹസ്ബൻഡിനോട് പറയാൻ പറ്റാത്ത കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. ഇന്ന പോലാണ്, എങ്ങനെയാണ്, ഇനി വല്ല വഴക്ക് പറയുമോ, അങ്ങനെയൊക്കെ പറയുന്ന കുറേ ആൾക്കാരുണ്ട്. ഓരോരുത്തരുടെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, എന്ന് നമ്മൾ പറയട്ടെ എന്ന് പറയുമ്പോൾ അവർക്ക് ടെൻഷനാണെന്ന് പോലും. ഓക്കെ, അങ്ങനെയൊക്കെ ഒരുപാട് പറഞ്ഞു വരുമ്പോൾ പല കഥകൾ പറയും. ഓക്കെ, എന്തായാലും നമുക്ക് കാര്യത്തിലോട്ട് എന്തായാലും പോവാം. അവരെ സ്കൂളിൽ പോകുന്നത് ഈ മരിച്ചുപോയ പെൺകുട്ടിയും 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സഹോദരിയും കൂടെ സ്കൂളിൽ പോകുന്നത്. കൂടെ അമ്മയുണ്ട് കേട്ടോ. അമ്മയ്ക്ക് അവിടെ ഒരു കടയിലൊക്കെ ജോലിയും കാര്യങ്ങളുണ്ട്. ഒരു 7:45 ആകുമ്പോൾ അവർ വീട്ടിൽ നിന്ന് ഇറങ്ങും. അങ്ങനെയാണ് മക്കളെ രണ്ടിനെയും സ്കൂളിലോട്ട് കയറ്റി വിട്ടിട്ടാണ് അമ്മ പോവുകയൊക്കെ ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ അന്നത്തെ ഈ സംഭവം നടക്കുന്നതിൻ്റെ അന്ന് 2 ദിവസം മുമ്പിക്കോട്ട് ഈ കുട്ടി അമ്മ വീട്ടിലായിരുന്നു നിൽക്കുകയൊക്കെ ചെയ്തത്. ഒരു ദിവസം അങ്ങോട്ട് പോയില്ല, 2ാമത്തെ ദിവസം പോകും. അതായത് ഈ സംഭവം നടന്നത് പോകും എന്നുള്ള രീതിയിലാണ് വീട്ടുകാർ അറിയുകയും ചെയ്തത്. ഈ കുട്ടി സ്കൂളിൽ പോയെന്നാണ് അമ്മ വിചാരിച്ചത്. എനിക്ക് തോന്നി ഒരു പക്ഷെ അവർക്ക് വേണമെങ്കിൽ അമ്മ വീട്ടിൽ വിളിച്ച് ചോദിക്കാമായിരുന്നു അന്നത്തെ കാര്യം. ചിലപ്പോൾ ഒരു തിരക്ക് കാരണം വിളിച്ച് കാണത്തില്ലായിരിക്കാം. 6:30 ആയപ്പം ഇവള് അമ്മയെ വിളിച്ചിട്ട് ഞാൻ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് എന്ന് പറയുമ്പോഴാണ് അറിയുന്നത് അവരന്ന് സ്കൂളിൽ പോയില്ല. അവർ വിളിച്ച് അന്വേഷിച്ചപ്പോൾ ഇവൾ സ്കൂളിൽ ചെന്നിട്ടില്ല കഴിച്ചത്. പിന്നെ പോലീസിന് പോയി കംപ്ലൈൻറ്റ് കൊടുത്ത് കഴിഞ്ഞപ്പോൾ ഏത് നമ്പറിൽ നിന്നാണ് വിളിച്ചത് ആ നമ്പർ ട്രേസ് ചെയ്യാൻ തുടങ്ങി. അത് ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് വെച്ചായിരുന്നു. തുടിയപുരം റെയിൽവേ സ്റ്റേഷനാണ് തോന്നുന്നു. ആ സമീപത്താണ് ഈ കൊച്ചുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത്. അവിടെ പോയി പോലീസ് ഒരു രാത്രി 8:30 ആയപ്പോൾ മൊത്തം സർച്ചും ചെയ്തൊക്കെ നോക്കിയിട്ട് ഇവരെ കിട്ടുമൊന്നും ചെയ്തില്ല. പിന്നെ ആണ് അവിടെ ഈ കാമുകൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയപ്പോൾ ഇവനെ ആ ഭാഗത്ത് കണ്ടതായിട്ടുള്ള ആൾക്കാർ പറഞ്ഞു. അതായത് ആ റെയിൽവേ സ്റ്റേഷന് 750 കിലോമീറ്റർ മാറി ഒരു വീട്ടിൽ ഇവൻ പോയി വെള്ളം കുടിച്ചായിരുന്നു. ഇവനങ്ങോട്ട് ഓടി കിതച്ചിട്ട് അങ്ങോട്ടാണ് ആ വീട്ടിലങ്ങോട്ട് ചെന്ന് വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തത്. അപ്പോൾ അവർ ചോദിച്ചു മോൻ എന്താ ഇവിടെ വന്നതെന്ന്. അപ്പോൾ അവിടെ അങ്ങോട്ട് വണ്ടിപ്പെരിയാരോ എന്തോ ഒരു സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വിളിച്ച് ഇറക്കിയപ്പോൾ അവിടെ ജോലിക്ക് അങ്ങോട്ട് വന്നതാണ്. പോലീസുകാരെ കണ്ടപ്പോൾ അങ്ങോട്ട് ഓടുകയൊക്കെ ചെയ്തതാണ്. എന്നിട്ട് ആ വീട്ടിൽ നിന്ന് തന്നെ അവൻ ഫോൺ മേടിച്ചിട്ട് അവൻ്റെ അച്ഛനെ വിളിച്ചു. അച്ഛൻ വന്നിട്ടാണ് അവനെ കൊണ്ടുപോവുകയും ചെയ്തത്. ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഈ പെണ്ണിൻ്റെ വീട്ടിൽ നിന്നും ഇവൻ്റെ വീട്ടിൽ നിന്നും കൂടെ ഏകദേശം ഒരു 10-15-16 കിലോമീറ്റർ ഡിഫറൻസ് ഉണ്ട്. ഈ തുടിയപുരം ഇവനെ എവിടെ എങ്ങനെ എത്തി? ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ആ ഒരു സ്ഥലത്തോട്ട് വണ്ടിയും കാര്യങ്ങളൊക്കെ പരമാവധി കുറവാണ്. പിന്നെ അതൊരു കൊച്ചൊരു റെയിൽവേ സ്റ്റേഷനാണ്. ഈ പാസഞ്ചറും കാര്യങ്ങളും ട്രെയിനാണ്. അത് ഏകദേശം 5-6 മെട്രോ നിർത്തി അങ്ങനത്തെ ഒരു സ്റ്റേഷനാണ്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിലും കാര്യങ്ങളും എനിക്കിന്ന് കിട്ടത്തേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് ഓടിച്ചിട്ട് ഇങ്ങ് പറഞ്ഞു പോകുന്നത്. അപ്പം ഇവിടെ അവരെങ്ങനെ എത്തിപ്പറ്റി, ഇതെങ്ങനെയാണ്? പിന്നെ ആ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഒരു 3-4 ആൾക്കാരെ കാണും പിള്ളേർ. ആ കൂട്ടത്തിൽ ഒരു പെണ്ണുണ്ടായിരുന്നെന്നാണ് പറയുകയും ചെയ്തത്. അപ്പം ഈ പെൺകുട്ടിയുടെ കൈയൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു. ഈ കൈ കെട്ടിയിടുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരാളെ കൊണ്ട് മാത്രം ഞാനൊരു കാര്യം ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി, ഞാൻ ആ ഒരു പെൺകുട്ടിയായിട്ട് പോകുമ്പോൾ എങ്ങനെ നമ്മുടെ ഇഷ്ട സമൂഹത്തോടെ ഒരു പെൺകുട്ടി വരുമ്പോൾ അവിടെ കൈ കെട്ടിയിടേണ്ട ആവശ്യമുണ്ടോ? അഥവാ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കണോ അല്ലെങ്കിൽ നടത്താനോ എന്തെങ്കിലും ഉദ്ദേശമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, കൈ കെട്ടിയിടേണ്ട ആവശ്യമുണ്ടോ? അപ്പം എനിക്ക് തോന്നുന്നു ആ 4 പേര് അവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ മൊത്തം ഈ 4 ആൾക്കാർ പോകുന്നത് കണ്ടിട്ടുണ്ട്. ഈ ബാക്കിയുള്ള 3 ആൾക്കാർ ഇവരുടെ കൂട്ടത്തിലുള്ളതാണോ ഇല്ലെന്ന് നമുക്കൊന്ന് കണ്ടെത്തിയാൽ നല്ല കാര്യം. അത് പോലീസിൻ്റെ ജോലിയാണ്. അതിപ്പോൾ അതിൻ്റെ അന്വേഷണവും കാര്യങ്ങളും പോസ്റ്റ്മോർട്ടം ഒക്കെ നടക്കുന്നുണ്ട്. ഒന്നെങ്കിൽ ഇവൻ മാത്രമുള്ളെങ്കിൽ ഈ കൈ കിട്ടേണ്ട ഒരു ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ കൈ കിട്ടേണ്ട ആവശ്യമില്ല. ബാക്കി ആരാണ് അവിടെ വന്നത് എന്താണെന്നൊന്ന് അന്വേഷിച്ചാൽ നല്ലതായിരിക്കും. ഇനി വേറെ വല്ല കൂട്ടത്തിലുള്ളവരാണ് ഇത് ചെയ്തതെന്നും പറയാൻ പറ്റത്തില്ല.
അല്ലെങ്കിൽ അവളെ കൊല്ലാനുള്ള ഉദ്ദേശത്തിൽ തന്നെ ആയിരിക്കണം അവൻ അവളെ കൊണ്ടുപോയി ചെയ്തത്. പിന്നെ എവിടെയോ എന്തൊക്കെയോ നമുക്ക് മനസ്സിലാവുന്നില്ല സ്ഥിതി, എവിടെ എന്തൊക്കെയോ ചീഞ്ഞ് നടന്നതായിട്ടൊരു ഫീല്. ഓക്കെ, എന്തായാലും ഇന്ന് ബാക്കി കറക്റ്റ് കാര്യങ്ങൾ അറിയാൻ കഴിയും. അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ തരുമൊക്കെ ചെയ്യുന്നതായിരിക്കും. നമ്മളെ അറിയാവുന്നവരെ കൊണ്ടൊക്കെ കുറേ കാര്യങ്ങളൊക്കെ വിളിച്ച് തിരക്കുകയൊക്കെ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ന്യൂസിൽ വന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ അതിനകത്ത് ആൾക്കാർ സംസാരിക്കുന്നതും ആ വീട്ടിലെ ആൾക്കാരുടെയൊക്കെ മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എങ്ങനെ സഹിക്കുമോ അവർ, എങ്ങനെ സഹിക്കും? ഇത്രയും വളർത്തിക്കൊണ്ട് വന്നിട്ടെ. ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഗത്ത് ഒരുപാട് തെറ്റുകളുണ്ട്. പക്ഷേ നമ്മളത് വീട്ടുകാരോട് പറയാൻ നോക്കിയാലും അവർക്ക് തൻ കുഞ്ഞ് പോൻ കുഞ്ഞ്, അവർ ആ ഒരു കാര്യം മാത്രമേ നോക്കത്തുള്ളൂ. മക്കളുടെ ഇഷ്ടം. പക്ഷെ അവർ പോകുന്ന റൂട്ട് ശരിയാണോ, എന്താണ് ഇനി പെടുത്തു എത്ര ഇതുണ്ടെന്ന് പറഞ്ഞാലും ഒരൊറ്റ നിമിഷം മതി. അല്ലെങ്കിൽ അതുപോലെ കൺട്രോൾ ചെയ്ത് നിൽക്കുന്ന ആരെങ്കിലും ആയിരിക്കണം. എന്തായാലും നമുക്ക് ന്യൂസിലായിട്ടൊക്കെ ഒന്ന് പോകാം. കൂടെ ആരെങ്കിലും ഉണ്ട്. കാരണം ഇപ്പൊ നിങ്ങൾ തന്നെ ഇവിടെ കയറാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ. അപ്പോൾ ഒരാളെയും കൊണ്ട് ഇങ്ങോട്ട് കയറണമെങ്കിൽ പിന്നെ ഒരിക്കലും കൈ ഒരാളെ കൊണ്ട് കെട്ടിക്കാൻ കഴിയില്ല. എന്താണ് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സംഭവം നടന്നതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? ഇന്നലെ വൈകുന്നേരം ഒരു 9 മണിയോടുകൂടി തുടിയപ്പലം റെയിൽവേ സ്റ്റേഷനിൽ ഒരു 300 മീറ്റർ അകലെയുള്ള വീട്ടിൽ ഈ പ്രതിയാണെന്ന് പറയുന്ന ഈ പയ്യൻ വന്നിരുന്നു. അപ്പോൾ എല്ലാവരും പറയുന്ന കാര്യങ്ങൾ 300 മീറ്ററിൻ്റെ അത് ഞാൻ അറിഞ്ഞത് 750 മീറ്റർ ഇതാണ്. 300 മീറ്റർ അല്ല, 750 മീറ്റർ ഇവിടെ വന്നിട്ടാണ് അവനെ ഓട്ടി കിതച്ച് വന്നെന്നാണ് അവൻ പറയുന്നത്. അവിടെയുള്ള ആൾക്കാർ പറയുന്നത് അവൻ വെള്ളം ചോദിച്ചു കുടിച്ചെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ആദ്യം ഒരുത്തനെ കണ്ടില്ലേ, അദ്ദേഹവും പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ടതെന്ന് വെച്ചാൽ ഒരാളെ കൊണ്ട് ഇത് പറ്റത്തില്ല, കൈയും കാലും കെട്ടിയിടേണ്ട ആവശ്യമില്ല. പിന്നെ ആ കൊച്ചൻ തന്നെ സ്റ്റേഷനിൽ സമ്മതിക്കുകയും ചെയ്തു. ഇന്ന പോലെ കാര്യങ്ങളൊക്കെ അവിടെ നടന്നു, അവനത് ചെയ്തു എന്നവൻ ആദ്യമേ തന്നെ സമ്മതിക്കുകയും ചെയ്തു. 16 വയസ്സുകാരനാണ്, വെറും 16 വയസ്സേ ഉള്ളൂ. കാണിച്ച തോന്നിവാസം എന്താണെന്ന് നിങ്ങൾക്കിപ്പം മനസ്സിലായി കാണുമല്ലോ. ആ വീട്ടുകാരുടെ അവസ്ഥ എന്താണ്, അവൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും ഒന്ന് ആലോചിച്ച് നോക്കി. അവർക്ക് ഇറങ്ങി നടക്കാൻ പറ്റും. അവനൊരു സഹോദരൻ ഉണ്ടെങ്കിൽ അവിടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഓക്കെ, ഇപ്പം ഈ ഒരു കാര്യം എനിക്കിവിടെ വേറെ കുറച്ച് ന്യൂസൊന്നും വെച്ചിരുന്ന് ഇനി പൊലിപ്പിച്ച് വീഡിയോ നീട്ടാൻ വലിയ താല്പര്യമൊന്നുമില്ല. ഞാൻ ഒറ്റയടിക്ക് അറിഞ്ഞ കറക്റ്റ് കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞില്ല. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ വരാൻ കിടപ്പുണ്ട്. ആ ഒരു റെയിൽവേ സ്റ്റേഷനിൽ അവരെങ്ങനെ എത്തി, എങ്ങനെ ഈ ആൾക്കാരില്ലാത്ത ഈ സ്ഥലത്ത് എത്തിപ്പറ്റി. അപ്പം മുൻകൂട്ടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, നേരത്തെ അവനവിടെ വന്നിട്ടുണ്ട്. അവിടെ ഈ ലഹരി മരുന്നും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നൊരു പയ്യനാണ്, നല്ല രീതിയിലാണ്. പിന്നെ അതുപോലെ തന്നെ അവൻ ഇച്ചിരി അഗ്രസീവാണ്. ഇയാൾക്ക് വീട്ടിൽ ചെന്ന് സീൻ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നതൊക്കെ പറയുന്നത്. 16ാമത്തെ വയസ്സെന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എൻ്റെ ഈ ഒരു പ്രായത്തിലാണ് ഞാനൊക്കെ ഇവിടെ പേടിച്ച് വരച്ചൊക്കെ ജീവിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് ശരിക്കും. അന്നൊക്കെ ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിനെ ഡീന്ന് പോലും വിളിച്ചിട്ടില്ല. എൻ്റെ 10, 18, 19 വയസ്സ് വരെ നമ്മൾക്ക് അത്രയ്ക്ക് പേടിയായിരുന്നു സത്യം പറഞ്ഞാൽ. ഇപ്പോൾ കാലങ്ങളൊക്കെ ഒരുപാട് മാറി. ഇപ്പോൾ ഒരു 15 വയസ്സ് 16 വയസ്സുള്ള പയ്യൻ്റെ വായിന്ന് കേൾക്കുന്നതൊക്കെ കണ്ടാൽ അവർ അത്ഭുതപ്പെട്ടു പോകും. ഞാൻ ഇടയ്ക്കൊന്ന് കേട്ടോ. അത് ഒരു നല്ലൊരു കാര്യത്തിന് വേണ്ടി ആണ്. പക്ഷെ അവസാനം നമ്മുടെ മണ്ടയ്ക്കായി കുറ്റങ്ങൾ മൊത്തം. അങ്ങനെ ഒരു വിഷയം കാലം. അത് എന്താ പറയുക, ഈ സത്യത്തിനൊന്നും വലിയ വിലയും കാര്യങ്ങളൊന്നുമില്ല. പണ്ടൊക്കെ ഞാൻ ഈ ഒരു കേസൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഇമോഷനൊക്കെ പുറത്ത് കാണിക്കുമായിരുന്നു. ഈ കാലത്ത് സത്യസന്ധതയ്ക്കോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വിഷമത്തിൻ്റെ ഒക്കെ കൂടെ ചേർന്നിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. അവനവൻ്റെ കാര്യങ്ങൾ നോക്കി പോകുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. പിന്നെ കാണുന്ന പേരൻസിനോട് ഞാനൊരു കാര്യം കൂടെ തുറന്ന് തൊഴുത് ഞാൻ പറയാം. മക്കൾ എവിടെയെങ്കിലും പഠിക്കാൻ പോവുകയാണെങ്കിൽ എന്നും ഡെയിലി വീഡിയോ കോൾ ചെയ്യുക, എന്നും ചെയ്യുക. 2 നേരമെങ്കിലും ചെയ്യുക. മക്കൾ വിചാരിക്കും അമ്മ സംശയം കൊണ്ടാണോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയെങ്കിൽ അങ്ങനെ അത്രേ ഉള്ളൂ. കാരണം എന്ന് വെച്ചാൽ പോകുമ്പോൾ നമുക്കേ പോകത്തുള്ളൂ. പിന്നെ എത്രയൊക്കെ വളർത്തിക്കൊണ്ടുവന്നു എന്ന് പറഞ്ഞാലും ഇങ്ങനെ കാണുന്ന ഒരാളെ കണ്ടിട്ട് അതാണ് എൻ്റെ ലോകം എന്ന് പറഞ്ഞ് നിൽക്കുകയും ചെയ്യും. ആദ്യത്തെ ഒരു കുറേയൊക്കെ കഴിയുമ്പോൾ അങ്ങ് മനസ്സിലായിക്കോളും വീട്ടുകാരായിരിക്കുന്നു ശരി എന്നുള്ള രീതിയിലാണ്. അനുഭവങ്ങൾ വരുമ്പോഴായിരിക്കും ഓരോരുത്തർ പഠിക്കുകയൊക്കെ ചെയ്യുന്നത്. കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും പറയാം. ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് ഈ കഥകളൊന്ന് പറഞ്ഞു പോയെന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് സംഭവിച്ചത്. ഇനി ഡീറ്റെയിൽ ഒക്കെ ആയിട്ട് കറക്റ്റായിട്ട് അന്വേഷിച്ച് ഇപ്പം ഞാൻ കുറച്ച് വിളിച്ച് ഇറക്കിയിട്ടുണ്ട്. കുറച്ചും കൂടെ ഇറങ്ങിയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് എത്തിക്കുന്നതായിരിക്കും. ബൈ, ലവ് യു.